ഹലോ, ഇത് ഞങ്ങളുടെ ഫസ്റ്റത്തെ വോയിസ് ഓവർ കം ഒരു മോർണിംഗ് ടു ആഫ്റ്റർനൂൺ വരെയുള്ള ഒരു റുട്ടീൻ വീഡിയോ ആണ്. അപ്പോൾ ഇത് മോൻ്റെ രണ്ടാമത്തെ ഉറക്കമാണ്. രാവിലെ ഉറങ്ങി എണീറ്റതാണ്. പിന്നെ മഴയൊക്കെ പെയ്ത് കണ്ടപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് മോനെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ മോനെ നന്നായിട്ട് തട്ടിക്കൊടുത്ത് ഉറക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ എണീറ്റ് വരും. അപ്പോൾ കൊണ്ടുപോയി ഞാൻ മോനെ കിടത്തി. പക്ഷെ 10 മിനിറ്റ് മാക്സിമം, അതിനപ്പുറം മോൻ ഉറങ്ങില്ല രാവിലെയൊക്കെ. ഇനിയും വൈകുന്നേരമാണ് കുറച്ചെങ്കിലും ഒന്ന് ഉറങ്ങാം. അപ്പോൾ അങ്ങനെ തട്ടിക്കൊടുത്ത് ഞാൻ ഒന്ന് പോയി വന്നപ്പോഴേക്കും ആളെ എണീറ്റ് എന്നെ കണ്ടപ്പോൾ ഭയങ്കര ചിരി. അവനെടുത്ത് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ഓയിലിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മോന് കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ ചില ഭാഗത്ത് ഇങ്ങനെ ഓയിലി ആയിട്ടും ചില ഭാഗത്ത് ഡ്രൈ ആയിട്ട് നിൽക്കും. അപ്പം നന്നായിട്ട് വെർജിൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് മോനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ പോയി കുളിച്ച് വന്നിട്ടുണ്ട്. കുളി കഴിഞ്ഞിട്ട് അവന് തുടയ്ക്കുന്നത് ഭയങ്കര ദേഷ്യമാണ്. നമുക്കറിയും തല തീരെ തുടയ്ക്കാൻ സമയമില്ല. അവന് കുളിക്കാൻ ഒരു പ്രശ്നവുമില്ല. മോന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കുളിക്കാൻ. എത്ര നേരം വെള്ളത്തിലിരുന്ന് കുളിക്കും, കളിക്കും, അതൊക്കെ ചെയ്യും. പക്ഷെ അവന് തുടയ്ക്കുമ്പോഴാണ് അതുകൊണ്ട് ഇഷ്ടമല്ലാത്തത്. ഇപ്പോൾ വീട്ടിലെ വേറെ മക്കളൊക്കെ കുളിക്കാൻ കരയുക ചെയ്യുക, പക്ഷെ മോൻ അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്കിൻ കെയർ ആയിട്ട് പ്രത്യേകിച്ച് ഞാൻ വേറെ ഒന്നും ബ്രാൻഡിൻ്റെ ഒന്നും യൂസ് ചെയ്യില്ല. ഇത് മോന് ആദ്യം പിമ്പിളൊക്കെ വന്ന സമയത്ത് ഡോക്ടറിന് തന്നിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതാണ് മോന് യൂസ് ചെയ്യുക. എന്നിട്ട് ഞാൻ നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവന് ഇപ്പം ടീഷർട്ടൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം അവന് ഫുഡ് എടുക്കാൻ പോവല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൻ്റെ ഒരു ടേബിൾ ചെയർ ഉണ്ട്, അപ്പോൾ അത് ഞാൻ ഇരുത്തി കൊടുക്കാം. എന്തെങ്കിലും ഇതുപോലത്തെ ടോയൊക്കെ കൊടുത്താൽ കുറച്ച് നേരമൊക്കെ ഇരിക്കും, കേട്ടോ. അത് കഴിഞ്ഞാൽ അവൻ പ്രശ്നമാക്കും. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി മോന് ഫുഡ് കൊടുക്കാൻ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അവൻ്റെ ഫുഡ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് കണ്ടാലും ഇങ്ങനെ പിടിച്ച് വലിക്കും, അങ്ങനത്തെ ഒരു ടൈമാണല്ലോ. അപ്പോൾ ആദ്യത്തെ 1-2 സ്പൂണൊക്കെ കുഴപ്പമില്ലാതെ ആളിരുന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനതൊന്ന് എടുത്തിട്ട് പുറത്തിരുത്തി ഒക്കെയാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നടന്ന്. വീട്ടിൽ കുറച്ച് സമയം മോൻ ഇരിക്കുകയുള്ളൂ, കൂടുതൽ സമയം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അവളിപ്പോൾ വീട്ടിലുള്ളതുകൊണ്ട് മോൻ എപ്പോഴും അവിടെ തന്നെ ആയിരിക്കും. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറക്കാമെന്ന് കരുതി കിടത്തിയിട്ടുണ്ട്. കുറച്ച് കളിയൊക്കെ കഴിഞ്ഞ് ആൾ ഉറങ്ങി. എന്നിട്ട് അപ്പോഴേക്കും നമ്മൾ ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ ലഞ്ചിന് ഇന്ന് ഞാൻ കൊടുത്തത് നമ്മളെ ചോറിൽ കുറച്ച് കടല പുഴുങ്ങിയത്, കുറച്ച് നെയ്യ് ഒക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അമ്മ എന്തായാലും വേണം, രണ്ടാളും എന്തായാലും വേണം. ഞാനും അമ്മയും കൂടിയാണ് കൊടുക്കുക. അല്ലാതെ അവന് ഫീഡ് ചെയ്യാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ പോലെ അല്ല, ഓരോ ദിവസം കൂടുന്നവരും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫീഡ് ചെയ്യാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രഷായി പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു അതിൽ ഉച്ചവരെയുള്ള റൂട്ടീൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, മോനെ സപ്പോർട്ട് ചെയ്യുക. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ.